ഇതുണ്ടല്ലേ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ എൻ്റെ അനിയൻ ഇപ്പോൾ ജോബിൽ പോയിട്ട് 2 വർഷമായല്ലോ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന പൈസ നമ്മളോട് ഭയങ്കര പൈസ ഉണ്ട്, പൈസത്തിൻ്റെ ചൊറിയാണ്, പൈസത്തിൻ്റെ ഇലക്കലാണ് വീട്ടിൽ എന്നുള്ളത് കണ്ടില്ലേ. എത്ര ആയി? ഫസ്റ്റ് മുതൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ 4ാമത്തെ തവണയാണ് കേട്ടോ ഇങ്ങനൊക്കെ സംഭവിക്കുന്നത്. പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ വാല്യൂഡ് റീസൺ ആണ് അവരത്. എവിടെയോ പെട്രോൾ വഹിച്ചത് അവർ പെട്രോൾ വാട്ടർ മിക്സോ ധൂളോ മിക്സൊക്കെ ഉള്ള പെട്രോളായിട്ട്. സോ അതിൻ്റെ ടാങ്ക് എന്തോ ആണ് ഡസ്റ്റൊക്കെ വീണിട്ടുണ്ട്, അതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ആവാത്തത്. സോ ഇപ്പം നമ്മളതൊക്കെ ശരിയാക്കുന്നുണ്ട്. അത് കാറ് വീണ്ടും കേടായി, പുതിയ കാറല്ലേ വാങ്ങിയത്. അപ്പം നമ്മൾ അവിടെ കാറിൻ്റെ ബാറ്ററിൻ്റെ പ്രശ്നമല്ല എന്ന് അവർ പറഞ്ഞത്. ബാറ്ററിൻ്റെ പ്രശ്നമല്ല, അത് വേറെ എന്തോ പ്രശ്നമാണെന്ന്. അപ്പോഴേക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ കാറ് കൊണ്ടേക്കോ, ഇവിടെ വയ്ക്കേണ്ടെന്ന് പറഞ്ഞു. ആ സമയത്താണ് ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. കാരണം ആ വീട്ടിലുള്ള സ്ഥലത്തുള്ള ആൾക്കാരാണ് ഞങ്ങൾക്ക് അവിടെ കാർ വയ്ക്കാൻ വീട് തന്നത്, പ്ലേസ് തന്നത്. 1 മിനിറ്റ് എൻ്റെ അമ്മ നമുക്ക് വിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ പണി ചെയ്തിരിക്കുന്ന ഒരു കോമഡി പണിയാണ്. വീഡിയോ കത്തിര ചൊല്ലു ദുവാർക്കൊരു ചൊല്ലു ദുവാർക്കു. അങ്ങനെ ഞാൻ എന്തല്ല എല്ലാ ഫാമിലിക്ക് ഒരു കാര്യം പറഞ്ഞിട്ടാണ് വീഡിയോ ആക്കിയത്. അതായത് അവർ വണ്ടി സർവീസ് ആക്കുന്ന ഒരു ബിസിയിലായിരുന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഉഞ്ചെല്ലാം ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ എന്തൊക്കെയോ ഒരു ചെറിയൊരു വീഡിയോ ആക്കിയതാണ്. കാണിച്ചു തരാം വീഡിയോ. ഇതാണ് കേട്ടോ ഈ വീഡിയോ ആണ്. സൗണ്ട് ഇല്ലേ എല്ലാവർക്കും ബിസിയാവാ കാറ് ಈ ಯಾಕಂಗೆ ಉಂಡಲ್ಲಿ ಬೆಲೆ ಕೆಡ್ತಾವ ಎಲ್ಲರೂ ದುವಾಕೊಂಡು ಇದಕ್ಕೆ ಬೆಲೆ ಕೆಡ್ತಾಗ ಜಂಡವಾರ ಮತ್ತು ಇದ್ರೆ ಮೇಂಟೆನೆನ್ಸ್ ಎಲ್ಲ ಹಾಕಿಟ್ಟು ಒಕ್ಕರು ಉಂಟಲ್ಲ ಬೆಚ್ಚಿನ ಚಮ್ಮ ಪಿತ್ತಲೆಲ್ಲ ಉಂಡು ಬೆಲ್ಲ ದುವಾರ್ಕೊರವ ಇನ್ಶಾಲ್ಲ ನಿಂಗೆ ದುವತ್ತು ನಂಗೆ ಇತ್ರ ಬೆಲ್ಲ ಗೆಡ್ತ ಹೋಗ್ಲಿ ಇನ್ನು ನಿಂಗೆ ದುವ ನಂಗೆ ಬೇನು ಇನ್ಶಾಲ್ಲ. ഇതുണ്ടല്ലേ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ എൻ്റെ അനിയൻ ഇപ്പോൾ ജോബിൽ പോയിട്ട് 2 വർഷമായല്ലോ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന പൈസ നമ്മളോട് ഭയങ്കര പൈസ ഉണ്ട്, പൈസത്തിൻ്റെ ചൊറിയാണ്, പൈസത്തിൻ്റെ ഇലക്കലാണ് വീട്ടിൽ എന്നുള്ളത്. അപ്പം ഞാൻ എന്തൊക്കെയാണ് ഇതാണ് ഞാൻ ഫാമിലിയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. അപ്പോൾ ഇവർ വിചാരം ഭയങ്കര ഈ ഗൾഫിലൊക്കെ 1 ലാക്ക് 2 ലാക്കൊക്കെ സാലറി ഉള്ളവരൊക്കെ ഇവിടെയൊക്കെ ഭയങ്കര പ്രോപ്പർട്ടി അതൊക്കെ വാങ്ങി ഇപ്പോഴത്തെ ചിലവൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക് തന്നെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അങ്ങനെയാണ് ഇവരതൊക്കെ വിചാരം. അപ്പോൾ കാർ വാങ്ങിയ ബാക്ക് ടു ബാക്കാണ് ഇന്ന് ഞാൻ പറഞ്ഞത് ആ വീഡിയോയിലൂടെ. ഞാനിവിടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. 2 വീക്കായ ശേഷം മെയിൻ്റെനൻസ് ആണ്. എല്ലാവരും ദുആ ചെയ്യണം. ഇത് എല്ലാവർക്കും നിങ്ങൾ ഇതുവരെ നിങ്ങൾ ദുആ കൊണ്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇനിയും നിങ്ങൾ ദുആ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ എല്ലാ ഫാമിലി കഴിച്ചു കൊടുത്തു. എത്ര ആളുണ്ട് ഉമ്മക്ക് ഫോൺ വിളിക്കുന്നേ ചോദിക്കുന്നത് എപ്പോൾ വാങ്ങി എത്ര വാങ്ങി. അപ്പം ഞാൻ പറഞ്ഞു 85 lakhs വാങ്ങിയതെന്ന്. ഇതൊക്കെ ഒരു ഫണ്ണി മൂമെൻ്റ് ആണ് കേട്ടോ. നമ്മൾ കളിയാക്കുന്നല്ല, പക്ഷെ ചില നല്ല കള്ളത്തര പറയുന്നില്ല. നമ്മൾ വണ്ടി വാങ്ങി അത് വാങ്ങി ഇത് വാങ്ങി അതൊരു ഫണ്ണി കള്ളത്തരാണെങ്കിലും ചില സമയത്ത് ആമീൻ പറയാനും ആവുമായിരിക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ ഇന്നൊരാളെ തളർത്തിട്ട് ഇന്നൊരാൾ ലോസായിട്ട് അവർ വീട് വിൽക്കുന്ന അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. അതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെന്നും എന്താണ് അവരെല്ലാം വലിയ രീതിയിൽ തന്നെ അല്ലാഹുവിനെ നിർത്തട്ടെ. ഒരിക്കലും അവരെ തളർത്താനുള്ള ഒരു പ്രാർത്ഥന വേണ്ട. പക്ഷെ അവരവിടെ വീട് വിട്ടു പോകുമ്പോൾ, വീട് സെയിൽ ചെയ്യുമ്പോൾ അവർ അതിനാണ് വലിയ ഒരു പൊസിഷനിൽ എത്തിയിട്ട് തന്നെ പോയാൽ മതി. അങ്ങനെ ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരു ഫണ്ടിങ്ങാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വിശ്വസിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ് വാങ്ങിയോ മാഷല്ല. പക്ഷെ അവരെല്ലാവരും വിചാരിക്കുന്നത് എനിക്കെന്തോ അല്ല എൻ്റെ എനിക്കെന്തോ ഒരുപാട് പൈസ കിട്ടി 85 lakh എന്ന് പറയുന്നത്. പക്ഷെ പൈസ തന്നെ ആരും വിശ്വസിക്കുന്ന അതാണ് ഗൾഫുകാരൻ്റെ ലൈഫ് ഉണ്ടല്ലോ. ഭയങ്കരമാണ് കേട്ടോ. എല്ലാവരും ബാക്ക് ടു ബാക്ക് കോളാണ്. നല്ല രസമുണ്ടോ, സ്ഥലം നല്ല രസമുണ്ടോ, എത്ര കൊടുത്തു, അങ്ങനെ ഇങ്ങനെയാണ് ആൾക്കാരുടെ അവസ്ഥ. ഇതന്നെയല്ലേ വേറെ ആൾക്കാരുടെ പിത്തുടുവ പോയിട്ട് ഇങ്ങനെയൊക്കെ ബിൽഡപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ സ്വന്തം ഏതുമല്ല. സോഷ്യൽ മീഡിയയിൽ വരുന്നതൊന്നും സത്യമല്ല, കണ്ടില്ലേ. കാരണം ആരേതോ ഒരു വീടിനെ കാണിക്കുന്നത് എൻ്റെ വീടാണ്, ഇത് നമ്മളെ വീടാണ്, ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരു വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പോയിട്ട് വീട് ചെയ്ത് പറയുന്നൊന്നുമില്ല. അപ്പം നമ്മൾ വിചാരിക്കോ ഇവർ വീടായിരിക്കും എന്നുള്ളത്. ഇപ്പം ഞാൻ തന്നെ ഇവിടെ താമസിക്കുന്ന വീടെന്ന് നമ്മൾ സ്വന്തം ഒന്നല്ല, ലീസല്ലേ. അപ്പം നിങ്ങൾ അറിയാത്ത ആൾക്കാർ വിചാരിക്കോ ഇത്രയ്ക്ക് വലിയ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെന്ന്. പക്ഷെ ഒരു സ്വന്തം വീടായാലും അത് ആയിക്കൊണ്ടെങ്കിലും ഒരു കുഞ്ഞി വീടാണെങ്കിലും സ്വന്തം ആയാലും അതിനൊരു സമാധാനം ഉണ്ടല്ലോ. നമ്മൾ എത്ര ഇങ്ങനെ ലക്ഷറി ലൈഫിൽ ഇങ്ങനെ ഇത്രയും ഒരു നീറ്റ്നെസ് ഉള്ള വീട് കിട്ടിയാലും മനസ്സിലൊരു സങ്കടം ഉണ്ടാവും. പക്ഷെ ഞാൻ ഈ വീട്ടിലിരുന്നാലും എൻ്റെ വീട് പോലെ തന്നെ ഞാൻ സൂക്ഷിച്ച് കിടക്കുന്ന ഒരാളാണ്. ഇൻഷാ അല്ലാഹ് ഇന്നലെ നാളെ ഞാനോ ഒരു വീട് വാങ്ങും.
നല്ല നീയത്തിലൂടെ എന്നെ വാങ്ങും. ആരെ പറ്റിക്കാതെ വഞ്ചിക്കാതെ ഹാർഡ് വർക്കിലൂടെ എൻ്റെ ഓൺ എക്സ്പെക്റ്റേഷനാണിത്. ആരെയും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ആരും ഡിപ്പെൻഡും ആവാതെ എങ്ങനെയാണ് ജീവിക്കാൻ ജീവിതത്തിൽ മുന്നോട്ട് വരാമെന്നുള്ള ഓരോ പോയിന്റ്സിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഓരോ ഹാർഡ് വർക്ക് കൂടി ചെയ്യാണ്. തീർച്ചയായിട്ടും 1 വർഷമല്ല 2 വർഷമല്ല 3 വർഷമല്ല എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എൻ്റെ കുട്ടികൾ ഒരു വലുതാവുന്ന ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ എന്തായാലും ഞാനൊരു വീട് ചെറുതാണെങ്കിലും ഞാൻ ഉണ്ടാക്കിയിരിക്കും. അതിൻ്റെ ഒരു വാശിയാണ് ഗൈസ്. അത് ചെയ്തു ഈ ഒരു ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. തീർച്ചയായിട്ടും ഇതാണ് എൻ്റെ എപ്പോഴുള്ള നീയത്താണ്. എനിക്കൊരു വീട് എപ്പോൾ റബ്ബ് എത്തിച്ചു തരും ആ സമയം ഈ വീഡിയോ ഞാനിങ്ങനെ മുമ്പിലെത്തി ഇട്ട് തരും. ഗാഡീൻ്റെ അവസ്ഥ നോക്കണം. ഇതാണ് കേട്ടോ പുതിയ ഗാഡി. എത്ര തവണ ബാറ്ററി ഡെഡ് ആവുന്നത്. ഇതാ ഇപ്പോഴത്തെ ന്യൂ ടെക്നോളജിയാണ്. ഈ ഗാഡിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ ബാറ്ററി ബൂസ്റ്റാക്കി പോകും. ഇവിടുന്ന് ഇത് പുതിയ വാങ്ങിയിട്ട് പ്രയോജനമില്ലാത്ത രീതിയിലാണ്. അപ്പോൾ ഷോറൂം ആൾക്കാർക്ക് പണിയില്ലായിരിക്കും. അതുകൊണ്ട് ഡെയിലി വന്നിട്ട് ഒരു സർവീസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കാർ ഇനി കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടി വരും. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവരോട് വരുന്ന ആൾക്കാരോട് നമ്മൾക്ക് ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഷോറൂം പോയിട്ട് തന്നെ ഫൈറ്റ് ചെയ്യണം. അവർ സർവീസിൻ്റെ ആൾക്കാരാണ് വരുന്നത്. കണ്ടില്ലേ എത്ര ആയി? ഫസ്റ്റ് മുതൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ 4ാമത്തെ തവണയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ വാല്യൂഡ് റീസണാണ് അവരത്. വിത്തൗട്ട് ഒന്നും ചെയ്യാത്ത കുറ്റങ്ങളാണ് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ എല്ലാവരും പുതിയ കാർ ഇങ്ങനെ ആയാലും എന്താ ചെയ്യുക? ഇപ്പം കാറിൻ്റെ ഓണർ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാ വീഡിയോൻ്റെ വണ്ടിൻ്റെ ഇഷ്യൂ എന്താണെന്ന് അറിഞ്ഞില്ലല്ലേ? ഞാൻ പറയണ്ടേ അറിയാണെങ്കിൽ. അത് എന്താണെന്ന് വെച്ചാൽ ബാറ്ററി പ്രോബ്ലമാണ് എന്നാണ് പറയുന്നത്. അതായത് ബാറ്ററി അല്ല കേട്ടോ, ബാറ്ററി പ്രോബ്ലം അല്ല. നമ്മൾ എവിടെയോ പെട്രോൾ വഹിച്ചത് അവർ പെട്രോൾ വാട്ടർ മിക്സോ ധൂളോ മിക്സൊക്കെ ഉള്ള പെട്രോളായിട്ട്. സോ അതിൻ്റെ ടാങ്ക് എന്തോ ആണ് ഡസ്റ്റൊക്കെ വീണിട്ടുണ്ട്. അതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ആവാത്തത്. സോ ഇപ്പം നമ്മളതൊക്കെ ശരിയാക്കുന്നുണ്ട്. അതിൻ്റെ എന്തോ ഒരു പമ്പ് എന്തോ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിന് 11,000 കോസ്റ്റ് ആവുന്നുണ്ട് അത്ര. സോ അതൊക്കെ റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടൊക്കെ തരാം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ശരിയായിട്ട് ഞാൻ നിങ്ങൾക്ക് കോൾ വിളിക്കാം. പാർക്കിങ്ങിൽ ഞാൻ വീട്ടിൽ തന്നെ എത്തിച്ച് തരാം എന്ന് ടാറ്റ കാറിൻ്റെ ഷോറൂമിൻ്റെ ആൾക്കാർ പറഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ വീട്ടിൽ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കാണ് കഴിച്ചത്. പെയിൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കാണ്. നല്ല രസത്തിലാണ് പെയിൻറ്റൊക്കെ ചെയ്തിട്ടുള്ളത്. കണ്ടില്ല. അപ്പോൾ ഇവിടുത്തെ സാധനങ്ങളൊക്കെ നമ്മളുണ്ടല്ലേ ഇതാ പുറത്താണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പുറത്താണ്. അപ്പം ഇതിൻ്റെ ഒക്കെ ഇനി ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. സോ അവർ കാര്യങ്ങളാണ്. പിന്നെ കണ്ടില്ലേ. അപ്പം ഞാൻ ഒരു ദിവസം എൻ്റെ ഹോം ടൂറായിട്ട് ഞാൻ ചെയ്യുന്നത്. നമ്മൾ ഹോം ടൂർ, അതായത് ഈ വീട്ടിൽ നമ്മൾ എത്ര ദിവസം ഇരിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നല്ല രസമാക്കിയിട്ട് സെറ്റാക്കിയിട്ട് എൻ്റെ അനിയൻ വരുന്ന മുമ്പായിട്ടൊക്കെ സെറ്റാവണം. സെറ്റാക്കിയ ശേഷം എൻ്റെ ഹോം ടൂറൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന് വീട് ഷിഫ്റ്റ് ആകുമ്പോഴൊക്കെ ഞാനിവിടെ കാണിച്ചു തരണം കേട്ടോ. പെയിൻറ്റ് കൊടുത്തപ്പോൾ നല്ല രസമായില്ലേ വീട്. അപ്പോൾ ഇതിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. എൻ്റെ ഇപ്പോൾ പഴയ ലോഗിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ബിഫോർ ആൻഡ് ആഫ്റ്റർ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് ഇവിടെ എൻഡ് ചെയ്യുന്നുണ്ട്. കാർ ഡ്രൈവിംഗ് ഇതൊന്നും പോകാൻ പറ്റില്ല, കാറൊക്കെ കേടുള്ളത് കൊണ്ടിട്ട്. സോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ മലബാർ മൊഞ്ചത്തി ചാനൽ ഫോളോ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ആൾക്കത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് എനിക്ക്. അപ്പോൾ എല്ലാവർക്കും ബൈ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. വീട്ടിലേക്ക് ഇതാ പെയിൻറ്റൊക്കെ ആയിട്ട് പുറത്താണ് കേട്ടോ സാധനങ്ങളെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇവിടെ അടിച്ച് തുടച്ച് വിത്തൗട്ട് ആരെ സപ്പോർട്ടില്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്കൊരു ചലഞ്ചായിട്ട് എടുക്കണം. ആരെയും ഡിപ്പെൻഡ് ആവാതെ ആരെയും വിളിക്കാതെ. സോ നോക്കാം നമുക്കൊക്കെ നോക്കാം. എൻ്റെ ഒരു വ്ളോഗ് ഈ ന്യൂ ഇയറിൽ ഒരു പുതിയ ചലഞ്ചായിട്ടാണ് ഞാൻ എടുക്കുന്നത്. സോ ഷിഫ്റ്റിംഗ് കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയ്ക്ക് ഷിഫ്റ്റിംഗ് ഉണ്ട്, ഓൾറെഡി വെച്ചതാണ്. ഇതും റൂമിലുള്ള കബോർഡായിരുന്നു. സോ ഇതും റൂമിലുള്ള കബോർഡായിരുന്നു. ഇവിടെയൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഹോം ടൂറൊക്കെ നെക്സ്റ്റ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാവേ. കണ്ടില്ലേ. ഇനി എനിക്ക് കുറച്ചൊരു ഇത് ഗ്രീനൊന്നും തൊട്ടില്ല. ഇതിപ്പോൾ ഇവിടെ വന്നിട്ടിപ്പോൾ 4 കേട്ടോ പെയിൻറ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ ചെയ്തിട്ടുണ്ട്. ചില സാധനങ്ങളൊക്കെ ഈ റൂമിലാണ് കൂട്ടി വെച്ചിട്ടുള്ളത്. പിന്നെ കാലൊക്കെ ഒട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ പകുതി ഉമ്മാൻ്റെ റൂമാണ്, പകുതി
ഷിഫ്റ്റിംഗ് ആയിട്ടുണ്ട് കേട്ടോ. മീൻസ് പകുതി പെയിൻ്റൊക്കെ കൊടുത്തേക്കണം. പിന്നെ മോളിതാ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഫുൾ അയക്കണം എന്നാണ് പറയുന്നത്. ഫുൾ അയച്ചാൽ മാത്രം ഇതൊന്നും ശരിയാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പ്രശ്നമില്ല, ഞങ്ങൾ കുറച്ച് വൃത്തി കണ്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞത്. എന്തോമ്മ ഏത് നോക്ക് എല്ലാം എൻ്റെ കളിയാക്കുന്നതെന്ന്. ഇപ്പം എമ്മലെ വീട്ടിൽ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ വീഡിയോ വരും എന്നുള്ളത് ആൾക്കാർ പറയുന്നുണ്ട് അത്ര. അതേപോലെ ഞാൻ ചെയ്യുന്നുണ്ടെന്ന്. അത് എനിക്ക് പ്രശ്നമില്ല. ആര് പറഞ്ഞാലും ഇവിടെ കേൾക്കും, ഇവിടെ വിടും. എൻ്റെ കാര്യം ഞാൻ തന്നെ ചെയ്യുന്നില്ല. എനിക്കറിയാം ഞാൻ ലൈഫിൽ പെർഫെക്റ്റാണ്. അത് മാത്രം എനിക്ക് മതി. ആരും എന്നെ കളിയാക്കിയാൽ ഞാനൊന്നും കക്കാനൊന്നും പോയിട്ടില്ലല്ലോ ആരെ വീട്ടിൽ. പിന്നെ എന്തിനാ എനിക്ക് നാണക്കേടാവണം? കട്ടാലോ ആരെങ്കിലും പോയിട്ട് ചോദിച്ചാലല്ലേ എനിക്ക് നാണക്കേടാവുന്നത്. സോ അതൊന്നും ഞാൻ ചോദിക്കാനോ കേൾക്കാനൊന്നും പോകുന്നില്ല. അല്ല ഉമ്മ, വെറുതെ എന്നെ തമാശയായിട്ട് സംസാരിച്ചെടുത്തോ. ഇനി അതിനനുസരിച്ച് കണ്ടോ, ഞാൻ തമാശക്കാരിയാണ്. പക്ഷേ നിങ്ങളോടല്ല കേട്ടോ, എൻ്റെ ഉമ്മാനോട് മാത്രമാണ് തമാശക്കാരി. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ഇതാ കബോർഡ് കൊണ്ടിരിക്കുകയാണ്. ഉമ്മാൻ്റെ എത്ര രൂപയുടെ കബോർഡ് അറിയോ? ഞാൻ പറഞ്ഞു എല്ലാ കബോർഡിൻ്റെ കാട്ടി എനിക്ക് സുന്ദരമായിട്ട് എൻ്റെ സൗന്ദര്യം കൂട്ടി കാണുന്ന കബോർഡാണ്. എനിക്കറിയില്ല കേട്ടോ ഞാൻ സൗന്ദര്യം ഉണ്ടോ ഇല്ല എന്നുള്ളത്. എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ആണല്ലോ. അതുപോലെ ഒരു കുഞ്ഞ് കോൺഫിഡൻസാണ് എനിക്ക് ഈ മേലോട്ട് കിട്ടുന്നത്. പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര വയസ്സെത്തിയാണ്. ഇതിലുള്ള നല്ല രസകരമായ എൻ്റെ ഒരു ബ്യൂട്ടിയാണ് എനിക്ക് കാണുന്നത്. അപ്പം ഉമ്മ പറയുകയാണെങ്കിൽ ഇതിന് കുറച്ചിട്ടുള്ള ആകെ 13,000 രൂപയാണ്, 13,000 ആണ്. അപ്പം ഞാൻ പറയാം എനിക്ക് എല്ലാ മിറർ നോക്കുമ്പോൾ എൻ്റെ വയസ്സെത്തി പോലെ കാണുന്നുണ്ട്, ഏജ് ആയ പോലെ. അപ്പോൾ ഈ ഒരു മിറർ നോക്കുമ്പോൾ എൻ്റെ ഭയങ്കര സൗന്ദര്യം കൂടിയ ഒരു ഫേസാണ് എനിക്ക് കാണുന്നത്. അപ്പോൾ ഉമ്മ പറയാണ് ഇതിന് 13,000 കൊടുത്ത കബോർഡിന് നിൻ്റെ സൗന്ദര്യം കാണുന്നത് കൊണ്ടൊരു 26,000 രൂപ എനിക്ക് തന്നാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സൗന്ദര്യമൊന്നും വേണ്ട, അതിന് ആവശ്യമില്ല. എനിക്ക് ഉമ്മക്ക് 26,000 രൂപ കൊടുത്തിട്ട് എനിക്ക് സൗന്ദര്യം കാണുന്ന ആവശ്യമില്ലല്ലോ. അതേ രീതി പോലെ ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇതാക്കാം. നമുക്ക് ഇതുവരെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല കേട്ടോ, പുറത്തിരിക്കാനുള്ള ചാൻസ്. പക്ഷേ ഇന്ന് ഉമ്മാക്ക് തലക്ക് തട്ടിടുമ്മ, തലക്ക് തട്ടിടുമ്മ, തലക്ക് തട്ടിടും. തലക്ക് തട്ടിടും. അപ്പോൾ എന്തായാലും ഞാനാണ് ഉമ്മാനെ ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ തലക്ക് തട്ടിടണമൊക്കെ പറയുന്ന എന്തായാലും ഇന്ന് ഞമ്മക്ക് പണി എന്താണെന്ന് വെച്ചാൽ തലക്ക് തട്ടിടുന്ന് പറഞ്ഞ മുഖത്തിന് തട്ടല്ല. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ ഉമ്മ സഹായിക്കുമോ? എന്നെ നീ സഹായിക്കാൻ റെഡിയാണോ ഉമ്മ? എന്നെ നീ സഹായിക്കുമോ? സഹായിക്കുമോ? അവരെ മുമ്പിൽ എന്നോട് പറയും എന്തറിയോ, ഇവൾക്ക് പണിയെടുക്കാൻ ഭയങ്കര മടിയാണെന്ന്. പാവപ്പെട്ടവർക്ക് ഞാനാണ് അവിടെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തത്. എല്ലാവരും എന്തൊക്കെ ഈഗോ പലരിക്കും അവർക്ക് സഹായിക്കാതെ ഞാനവിടെ നിലയ്ക്ക് നല്ല വൃത്തിയാക്കി ക്ലീനാക്കിയെല്ലാം കൊടുത്തു. എന്താ വെച്ചാൽ പെട്ടെന്ന് പണി കഴിയട്ടെ എന്ന് വിചാരിച്ചു. വീടൽക്കതെല്ലാം സത്യം പറഞ്ഞതാ. ഇത് എവിടുന്ന് ട്രെയിനാണ്? ബാംഗ്ലൂർ ട്രെയിനാണോ അതോ എവിടുന്ന്? അല്ല നീ റീലൊക്കെ വിട്ടിട്ട് എന്താവാനുണ്ട്? എന്താവാൻ നമുക്ക് ഇത് കോടികൾ കിട്ടാനുണ്ടോ? ഉള്ളതില്ല തന്നെ പറഞ്ഞത്. കേരള ട്രെയിനാണോ ബാംഗ്ലൂർ ട്രെയിനാണോ? അത് ഞാൻ പറഞ്ഞു, ഞാൻ വീഡിയോൻ്റെ ക്യാമറ ഇങ്ങനെ ഓണാക്കും, ഞാൻ പണിയെടുക്കും. കാരണം ഉണ്ടല്ലോ, ഞാൻ എന്ത് പണിയെടുത്താലും പറയുന്നത് ഞാൻ എല്ലാ പണിയെടുത്തിട്ട് വീഡിയോ ഒക്കെ വൃത്തിയാക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഇത് എൻ്റെ ഫേസ് എന്നല്ല, ഞാൻ ഫുള്ള് ഫ്രഷ് ആയിട്ടൊക്കെ ഇരുന്നിട്ട് ഒരു 5 മിനിറ്റ് എങ്കിലും ഏതെങ്കിലും റീൽസ് നോക്കാം എന്ന് വിചാരിക്കുമ്പോൾ ഉമ്മ ഒട്ടറി എടുത്തൊരു ഫോണാണ് ആർക്കണിയനക്ക്. എന്താ അവൾ 24 മണിക്ക് റീൽസ്, അവൾ 24 മണിക്ക് മൊബൈൽ. അവൾക്കൊരു പണിയില്ല, കുട്ടികളെ ശ്രദ്ധിക്കില്ല, വീട് ശ്രദ്ധിക്കില്ല. ഞാൻ ഇരുന്നിട്ട് ഒട്ടൊരു നോട്ടാണ്. എല്ലാ ഉമ്മമാരുടെ സ്വഭാവമാണ് അത്, പറഞ്ഞ കാര്യമില്ല. നോക്കൂ ചെയ്യുന്ന പാവ പലരിക്കുന്നു. അതൊക്കെ അഴിയട്ടോ, പാവ പലരിക്കും. പറയുന്നത് നോണാണെങ്കിൽ കേൾക്കാൻ നല്ല രസമുണ്ട്. നോണ പറഞ്ഞ എന്താവണം, എനിക്ക് ഉള്ളതുള്ളത് തന്നെ പറയും. കുറച്ചൊക്കെ എടുത്തിട്ടൊക്കെ ഇടുവട്ടോ. നിങ്ങളുടെ മുമ്പിൽ കുറച്ച് ബിൽഡപ്പ് എല്ലാം ഉണ്ട്. എപ്പോലെ വീക്ക്നെസ്സേ കാണിച്ചാൽ നിങ്ങൾ വിചാരിക്കൂലേ നിങ്ങൾ എൻ്റെ വീക്കായിട്ട് തന്നെ കാണും. അത് കുറച്ച് ഇല്ലെങ്കിലും ഇല്ലാത്ത കാര്യങ്ങളിൽ കുറച്ച് ഇടും. അതല്ല വേറെ കാര്യമാണ്. അതങ്ങനെ ജീവിക്കണ്ടേ, ജീവിക്കാൻ പഠിക്കണം. പക്ഷേ നമ്മൾ സ്ട്രൈറ്റിലൂടെയാണ് ജീവിക്കുന്നത്. എപ്പോഴും നമ്മളെ കൂടെ നമ്മൾ വിശ്വസിക്കുന്ന റബ്ബുണ്ടാവും. അതുകൊണ്ട് തല പോയാലും പെർഫെക്റ്റ് ആയിരിക്കുക. എന്താ കണ്ടില്ലേ? അപ്പം ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരോട് വയ്ക്കുന്ന ആൾക്കാരെ നോക്കും. ഓർണടിച്ചു ഉമ്മക്ക്. അയ്യപ്പ ഉമ്മ പുറത്തന്നെ ഇരിക്കുന്ന ആൾക്കാർ ഓർണടിച്ച് പോകുന്നു. അങ്ങനെ ഉണ്ട്. ഉമ്മ പുറത്തിരിക്കുന്നു. ഐശ്വര്യന്ന് പറഞ്ഞി പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് ഐശ്വര്യയാണ് എൻ്റെ ഉമ്മ. കണ്ട ഉമ്മക്ക് ഓർണടിക്കുന്നത് ഐശ്വര്യയാണ്. ഇത് ഞമ്മൾ നാട്ടിലത്തെ
ഞാൻ പറഞ്ഞില്ലേ കേട്ടോ പറയുന്നതിനോട് ഇങ്ങനത്തെ കാര്യം ഞാൻ കളിയാക്കുന്നുണ്ടല്ലോ. അപ്പം എന്താ പറയുക, പറയുന്നതിനോടാണെങ്കിൽ കേൾക്കാൻ ഡ്രസ്സാണ്. ഇങ്ങനെയൊക്കെ ഒരു ലൈഫ് എപ്പോഴും നമ്മൾ സീരിയസ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ഇതല്ലേ, ആരെങ്കിലും ഒരാൾ വീട്ടിൽ ജോക്ക് ചെയ്യാനുള്ള ആൾക്കാർ വേണം, ചിരിപ്പിക്കാൻ. നമ്മൾ ചിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് ആരോഗ്യത്തിന്. അപ്പം നമ്മളെ വീട്ടിൽ ചിരിപ്പിക്കാനൊക്കെ ഞാനേ ഉള്ളതാണ്. ഉമ്മ സീരിയസ് ആണ്, അണിയനാണെങ്കിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചിരിച്ച് വീഴും. അപ്പം എൻ്റെ ചെറിയ മോൻ്റെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ സത്യമായിട്ട് ചിരിക്കും. പിന്നെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഒരാൾ മെല്ലെ അവിടെ വന്ന് നിൽക്കുന്നത്, അതാണ് സത്യമായിട്ടോ, ഇത് സത്യമായ കാര്യമാണ്. ഓ മെല്ലെ അവിടെ നിൽക്കും, ഇവരെന്ത് ചെയ്യുന്നതെന്ന് നോക്കുന്നു. ഇവർ വീട് ഷിഫ്റ്റ് ചെയ്യുന്നത് അങ്ങോട്ടേൽ നോക്കണല്ലേ. അയലോക്കർ നമ്മൾ വീട് വിട്ട് പോകുന്നതാണോ അത് ഷിഫ്റ്റ് ആവുന്നതാണോ എന്താണ് എനിക്കറിയില്ലല്ലോ. ഇപ്പം അറിയണം എന്താണ് കഥ എന്നറിയണം. അതിപ്പോൾ എന്തായാലും അറിയാൻ വേണ്ടി ആരെങ്കിലും വരും എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. എബ്ബ നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ വരിപ്പിക്കാനോ ഞാനും റെഡിയല്ല. എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്തിട്ടില്ല, തീർത്തിട്ട് വരും. പക്ഷെ എൻ്റെ സംസാരം കേട്ടിട്ട് ആരും എൻ്റെ ജലസാണ്, ജലസല്ല ഈഗോണ്, ആറ്റിറ്റ്യൂഡാണ് എന്ന് തീരുമാനിക്കരുത്. കാരണം ഞാൻ ഇങ്ങനെ തന്നെ സംസാരിക്കുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഞാൻ വീഡിയോ ആക്കി ഉമ്മൻ്റെ പല്ലക്കൊന്നില്ല എന്നില്ല, 2 കൈയുണ്ട് 2 കാലുണ്ട്, പോയിട്ട് കിച്ചണിൽ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞമ്മക്കും തിന്നാൻ തരാം, അന്നം തരാം. ഞാനിവിടെ ഇത്രയൊക്കെ പണിയെടുക്കണമെങ്കിൽ എനിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടോ. ഇതൊക്കെ ഷിഫ്റ്റ് ചെയ്യണമെന്നോ ഞാനിവിടെ പണിക്കാരൊന്നും വെച്ചിട്ടില്ല. എനിക്ക് 4 കൈക്കാലൊന്നും തന്നിട്ടില്ല, ആകെ തന്നിട്ടില്ല 2 കൈ 2 കാല്, 2 കൈ 2 കാല് വെച്ചിട്ട് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ പെടുന്ന പാട്. ഇത് ചെയ്യുന്ന മാത്രമല്ല, വീടൊന്ന് കഴുകി വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉമ്മക്ക് പറഞ്ഞാൽ എപ്പോഴെല്ലാം മനസ്സിലാവുന്ന എനിക്ക് അറിയില്ല. സോ അപ്പം നമ്മൾ കുട്ടികളൊക്കെ വന്നിട്ട് ബനാന അത് ഇതൊക്കെ കഴിക്കുന്നുണ്ട്. സോ സാരില്ല. അപ്പം ഇതൊരു വേറെ ലാംഗ്വേജ് ആണ് കേട്ടോ. അപ്പം ഉമ്മാൻ്റെ ഭാഷ കേൾക്കാൻ ആർക്കെങ്കിലും രസമാണെങ്കിൽ ഇതാ ഒന്ന് ഉമ്മ സംസാരിക്കട്ടെ. സംസാരിക്കുമോ? ഉമ്മക്ക് ആദ്യം തിന്നാൻ അന്നം കൊടുക്കണം, പിന്നെ ഉമ്മ എത്രയും വേണമെങ്കിൽ വായി തുറക്കും. അതിന് അജീർണ ആവുന്ന സാധനങ്ങൾ ജീർണാവാൻ വേണ്ടി പിരി ഖുറു എന്ന് 3 മണിക്ക് രാവിലെ എണിച്ചിട്ട് കൊടുക്കും. അതുകൊണ്ട് നീ അന്നം ഒന്നും തിന്നണ്ട, എനിക്ക് കിരിക്കിരി കേൾക്കണ്ട. കേട്ടല്ലോ ഹലീമ. തട്പടാണല്ലോ ഹലീമ. അപ്പൊ ഉമ്മാന്റെ പേരിലൊരു ഞാൻ സ്നേഹത്തിലൊരു പാട്ട് പാടാം. എന്റെ പാട്ട് കേട്ട് ആരും ഓടിപ്പോവരുത്. അലിമലിമ കുരിമൊലകു സൗദ സൗദ കുരിമൊലോ ഹലിമലിമ വരുമൊലವು ಅಲ್ಲ ಹಲಿಮಲಿಮ ಕುರಿಮೊಲವು 100 ಮೊತ್ತುಗು ವರುಮೊಲವು ಹಲಿಮಲಿಮ ವರುಮೊಲವು ಅಲ್ಲ ಹಲಿಮಲಿಮ ಕುರಿಮೊಲವು 100 ಮೊತ್ತುಗು ವರುಮೊಲವು ಸೌದಾ ಸೌದಾ 100 ಮತ್ತಿಗೆ ವರುಮೊಲವು. അത് എന്റെ പേരില് ഷൂട്ട് ആവൂല, നിന്റെ പേരിൽ മാത്രം ഷൂട്ട് ആവൂല. ആരെങ്കിലും എന്റെ വീഡിയോ ശ്രദ്ധിച്ചു നോക്കുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞ വാക്ക് സൂട്ട് എന്ന് പറഞ്ഞത് ഷൂട്ടൊന്നായി പോയി. വെറുതെ തമാശ ചെയ്യട്ടോ, ടൈം പാസിന് വേണ്ടിയാണ് കേട്ടോ. ആരും വിചാരിക്കരുതോ അത്രയൊക്കെ ലൈഫ് സീരിയസ് ആയിട്ടാണ് നമ്മളുള്ളത്. അവിടെ ഇടയിലൊരു ഫണ്ണിയൊക്കെ കളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ സീരിയസ് ആയിരിക്കണം. ഫിവറാണ് എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളൊരു കുഞ്ഞു തമാശകൾ അങ്ങനെയാണ് കേട്ടോ. ലൈഫ് സീരിയസേ ഉള്ളൂ. നിങ്ങൾ സോഷ്യൽ മീഡിയ കാണുന്ന പോലെയല്ല നമ്മൾ ലൈഫൊന്നും. സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊക്കെ സത്യമല്ല അല്ല. കുഞ്ഞു പോ ഡ്രസ്സ് മാത്ത് കുഞ്ഞു. അപ്പൊ ഒരാൾക്ക് ഓർഡർ വന്ന് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബനാന തിന്നോ, പെപ്പർ തിന്നോ, ഗുഞ്ച തിന്നോ, ഒന്ന് തിന്നിട്ടില്ല, ആകെ ബനാന മാത്രം. എന്ത് വിശക്കാൻ? ഞാനിപ്പോ എന്ത് തരണം? ഗ്യാസ് ശരിയില്ല. അല്ലല്ല ഉമ്മനോട് പറയും കുക്കിംഗ് ഉണ്ടാക്കാൻ. പോ കുക്കിംഗ് ഉണ്ടാക്കാൻ ഗ്യാസ് കേട് വന്നിക്കണ. ഗ്യാസിന് ഓർഡർ ചെയ്തിട്ടാവണം. ഗ്യാസ് ശരിയാക്കിയിട്ട് വാങ്ങോ ഞാൻ കേട്ടാ. ഫുഡോ ഒരു ബിസിയാക്കാം. ആംലെറ്റ് അയച്ചു കൊടുക്ക. ഇല്ലേ മാഗി മതിയാ?
ಮ್ಯಾಗಿ ನೀಕೊಂಡು ಬಾ ಶಾಪಿಂದ ಉಮ್ಮಗೆಂದ್ರಮ್ಮ ഉപ്പ് കറി മതിയാ ഉപ്പ് കറിയും കഞ്ഞി ഉമ്മാൻ്റെ മുഖം നോക്കൂ ഞാൻ കുട്ടികൾക്ക് മാഗി ചെയ്ത് കൊടുക്കാന്ന് പറയും ഉമ്മാൻ്റെ മുഖം നോക്കി ഇതാ വൃത്തിയാക്കിയാട്ടാ ഞാൻ വൃത്തിയാക്കിയിട്ട് കുറച്ച് ഇഷ്യൂ ഇരിക്കുകയാണ് ഞാൻ കുട്ടികൾക്ക് ഫസ്റ്റ് ഞാനിവിടെ ടി വി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടാ അവരൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല അതിലൊക്കെയുള്ള ഇതല്ല പിന്നെ ഉമ്മയുടെ കബോർഡൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ ഇനി നമുക്കൊന്ന് ഇതൊന്ന് അതായത് റൂമൊന്നും അറിയാം ഇതൊന്നും ഞാൻ ഓൾറെഡി കാലിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി എന്തെന്ന് വെച്ചാൽ ടോയ്ലറ്റിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെ ഇതിന് ഞാനൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഹോം ടൂർ ഒരു ദിവസം ചെയ്യും കേട്ടോ എല്ലാം സെറ്റ് ചെയ്ത ശേഷം കണ്ടില്ലേ അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് മുകളിലത്തെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മളെ ഈ എൻ്റെ ഫേവറേറ്റ് ലൈറ്റാണ് കേട്ടോ ഇത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ച രസം ശരിയാവില്ല ഒരു ദിവസം ഞാൻ കാണിക്കും ഇത് കളറാവുന്ന ലൈറ്റാണ് പക്ഷെ സൂപ്പറാണ് ഓക്കെ ഇനി എന്താണെന്ന് പരിപാടി എന്ന് വെച്ചാൽ സോ ഞാനിപ്പോൾ കൊണ്ടുപോകുന്നത് എന്താ പറയുക ഇത് രസമൊക്കെ ഇപ്പോഴാണ് കേട്ടോ നമ്മൾ സത്യം ഞാൻ ലീസിൽ ആദ്യമൊക്കെ എടുക്കുമ്പോൾ ഇരിക്കുമ്പോൾ നമ്മൾക്ക് അത്ര പെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഇന്നലെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണം അതിന് മുമ്പായിട്ട് ഞാനൊന്ന് ഹോം ടൂർ ഒന്ന് ചെയ്യുന്നുണ്ട് നമ്മൾ താമസിച്ച വീടും ഇതാണ് വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്പം ഞാൻ ഇവിടെയാണ് വന്നിട്ട് പെയിൻറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ ഇവിടെയാണ് പെയിൻറ്റൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ എനിക്കിപ്പോൾ എടുത്തിട്ട് എല്ലാം സെറ്റാക്കണം ഈ സംഭവമൊക്കെ ഞാനൊരു കവറിലിട്ടിട്ട് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാനിതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവാതിരിക്കാനാണ് കേട്ടോ ഇല്ലെങ്കിൽ ഒരു ബോട്ടിൽ അങ്ങനെ ഇട്ട് വയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് നോക്കാം നമുക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ എല്ലാ സാധനങ്ങളുള്ള ഇവർ ഐറ്റംസ് തന്നെയാണ് ഇതൊക്കെ എടുത്ത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കട്ടെ അപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ നമുക്ക് ഇത് നമ്മൾ ഇവിടെ തന്നെ വയ്ക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഇവിടെ നിന്നെല്ലാം കാലിയാക്കി കൊടുക്കട്ടെ ഇതൊക്കെ എനിക്ക് വന്ന കൊളാബറേഷനാണ് കേട്ടോ ഇഷ്ടമൊക്കെ ഇരിക്കുമ്പോഴുള്ള വരുന്ന കൊളാബറേഷനാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ വന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഒരു കവറിലിട്ട് വയ്ക്കുന്നുണ്ട് ഓക്കെ ഇതൊക്കെ പിന്നെ നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം കണ്ടില്ലേ ഇത് ക്യാമറാസാണ് ഇതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഇതേ ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ ഇത് നിർബന്ധമായിട്ട് വേണം അപ്പോൾ ഇതൊരു കവറിൽ ഞാൻ ഇട്ട് വെച്ചു ഡിസ്റ്റർബൻസ് വേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതും അങ്ങനെ തന്നെ ഓക്കെ അപ്പോൾ രാവിലെ എണിച്ചിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ തന്നെ ഇവർക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തീരുമല്ലോ പണിയൊക്കെ ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റ് തന്ന സാധനങ്ങളാണ് കേട്ടോ അതാണ് കേട്ടോ കലയാതിരിക്കുന്നത് ഈ സാധനങ്ങളൊക്കെ എനിക്ക് ഗിഫ്റ്റ് വന്നതാണ് ഞാൻ നിങ്ങൾക്ക് വീട് സെറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഇതൊന്നും കുറച്ച് എനിക്ക് മാറ്റങ്ങളുണ്ട് കേട്ടോ എവിടെ വയ്ക്കണം എന്നുള്ളത് അപ്പോൾ അതെല്ലാം മാറ്റുക ചെയ്യാം സ്റ്റഡി ചെയ്യുന്നുണ്ട് സംടൈംസ് അപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ഫീൽ എന്ന് പറഞ്ഞാൽ ഈ മൈക്കാണ് കേട്ടോ ഈ മൈക്കിലാണ് കേട്ടോ ഇതാ നമ്മളെ കನ್ನಡ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹായ് ഹലോ നമസ്കാര ഇത് ನಿಮ್ಮ സൗദസ് ഹാപ്പിനെസ് അങ്ങനെയൊക്കെ പറയുന്നൊരു മൈക്കാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനൊക്കെ ശേഷം ഞാൻ ആങ്കർ ഒന്നല്ല കേട്ടോ എനിക്ക് ആങ്കറിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ എന്നെ സമ്മതിച്ചിട്ടില്ല പോകാനൊക്കെ ജേർണലിസം പഠിക്കണം അല്ലെങ്കിൽ ആങ്കേഴ്സ് ചെയ്യണം അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കോളേജ് ടൈമിലൊക്കെ കന്നഡയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ മൈക്കും അത് ഞാൻ ഇവിടെ റൂമൊക്കെ ക്ലോസ് ചെയ്തിട്ട് എനിക്ക് സങ്കടമാവുന്ന സമയത്തൊക്കെ ഞാൻ ഹായ് അപ്പോൾ ഞാനിങ്ങനെ വെൽക്കം ബാക്ക് ടു ഹായ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഇറ്റ്സ് സൗദസ് ഹാപ്പിനെസ് അങ്ങനെയൊക്കെ ഒരു പ്രാക്ടീസ് ചെയ്യും കേട്ടോ സോ എനിക്ക് എൻ്റെ അമ്മ ഭയങ്കര സപ്പോർട്ടാണ് ഈ ഒരു കാര്യത്തിൽ സോ എനിക്ക് ആള് MC ആണ് ആ സമയത്തൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യും ചില സമയത്ത് സോ ഓക്കെ ഒരുപാട് സ്വപ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ തന്നെ അത് ഓവറാവും അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല കേട്ടോ ഇവിടെ തന്നെ വെച്ചതായിരുന്നു കേട്ടോ പക്ഷെ ആൾക്കാർ പറഞ്ഞെന്താ അറിയോ ഇത് ഇങ്ങനെ വയ്ക്കുന്നത് നല്ലതല്ല പിന്നെ എനിക്ക് എന്താ വെച്ചാൽ കുട്ടികൾ ഇങ്ങനെ പോകുമ്പോൾ കൈയൊക്കെ ഇതിൽ തന്നെ ആയിരിക്കും കളിക്കൽ അപ്പോൾ ഇങ്ങനെ കളിക്കുമ്പോഴാണ് നമ്മൾ വാല്യൂ ആയ ലാപ്ടോപ്പ് ഇതൊക്കെ തൊട്ട് കളിക്കും കാരണം അതിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എന്തെങ്കിലും സെർവർ ഞാൻ ടൈം ബോക്സിലൊക്കെ വർക്ക് ചെയ്യും സംടൈംസ് അപ്പോൾ ഇവിടെ കിട്ടാറില്ല സെർവറൊന്നും അങ്ങനെ ആ ടൈമിലൊക്കെ എന്താവും
എന്തെങ്കിലും കിട്ടുന്ന കിട്ടോട്ടെ. അപ്പോൾ കുട്ടികൾ എന്തൊക്കെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി, ഇവിടെ വന്ന് ഗെയിംസൊക്കെ കളിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് മാറ്റിയിട്ട് ഉമ്മാൻ്റെ റൂമിൽ വെച്ച്, ഉമ്മാൻ്റെ റൂമിൽ നിന്ന് മാറ്റിയിട്ട് പിന്നെ എൻ്റെ റൂമിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ എൻ്റെ റൂമിൽ കൊണ്ടുവന്നവർക്ക് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ റൂമിൽ കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് അവിടെ നെറ്റ്വർക്ക് കിട്ടുന്നില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ കൂടുതലായിട്ട് ഒന്നും ഇരിക്കാത്തത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയായി. എനിക്ക് തോന്നുന്നതറിയോ, ഇത് ഇങ്ങനെ ഓപ്പൺ തന്നെ ഇരിക്കാതിട്ട് ഒരു പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് കുറച്ചും കൂടി ഒന്ന് വീട് രസമാവല്ലോ. അപ്പോൾ ഞാൻ എല്ലാവരും സിസ്റ്റമൊക്കെ മാറ്റാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ സേഫായിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. ഇപ്പോൾ ഇവിടെ ഒന്ന് ട്രൈപോയിഡ് വെച്ചു. ഗാഡ്ജറ്റാണ് കേട്ടോ എൻ്റെത്. അപ്പോൾ ഈ റൂം ഫുള്ള് കാലിയാക്കണം. കണ്ടില്ലേ, ഈ റൂം ഫുള്ള് കാലിയാക്കണം. ഇതൊക്കെ കാലിയൊക്കെ വൃത്തിയാക്കിയിട്ട് ഇനി എൻ്റെ കുക്കിംഗ് ഒന്നുമില്ല, ഇതന്നെ പണിയാണ്. അപ്പോൾ ഇതൊക്കെ അവിടെയാണ്. ഇനി ഇതൊക്കെ കാലി ചെയ്യണം. പിന്നെ മുകളിലത സാധനങ്ങൾ ഇവിടെ ഒന്നും തൊടുന്നില്ലായിരിക്കും. ഇതാ ഇവിടൊക്കെ ബോക്സസ്, സോറി ബോക്സ് തരട്ടാ, ബാ വെള്ളം തരാം ബാ. ഇതെല്ലാം ഇതൊക്കെ ഇപ്പോൾ തീർക്കണം, എടുത്ത് തീർക്കണം. അപ്പോൾ ഇപ്പോൾ കിച്ചണിൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഇവിടെ പെയിൻ്റ് ആയതല്ല രാവിലെ, കിച്ചണിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ പിന്നെ എപ്പോഴാണ് വൃത്തിയാക്കി, ഇതൊക്കെ എപ്പോഴാണ് വൃത്തിയാക്കി തീരാന്നുള്ളത് എനിക്കറിയില്ല. രാവിലെ ഇരുന്നൊക്കെ എനിക്കെല്ലാം ടയർഡായിക്കണം, ഫുഡൊന്നും കഴിച്ചില്ല ശരിക്ക്. ഓരോ വീട് വൃത്തിയാക്കുന്നതെന്ന് അത്ര നല്ലതല്ല, സോറി അത്ര ഈസി അല്ല, നല്ലതല്ല കേട്ടോ. നല്ലതല്ല എന്ന് ഞാൻ വായി തെറ്റി പറഞ്ഞതാണ് കേട്ടോ. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും പാടാ. ഇതാ വെള്ളം കുടിക്കാൻ എന്താ ഷോക്ക് വരുന്നുണ്ടോ കൈ? പിന്നെന്താ സ്വിച്ചിട്ടിട്ട് നോക്കുന്നേ?